ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 29ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. നമുക്ക് തുടങ്ങാം. അതെ, രാവിലെ മീൻസ് അർദ്ധരാത്രിയിലത്തെ കാര്യമാണ് ആദ്യം കാണിക്കുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ റസ്മിൻ ബായി തന്റെ ഉള്ളിലുള്ള ക്രഷ് ശ്രീധുവിനോട് പറയുന്നതും അവസാനം ശ്രീധു ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്കതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിലൊരു നെഗറ്റീവ് കണക്ക് റസ്മിനെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ലെസ്ബിയൻ ആണ് എന്നൊരു രീതിയിൽ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിലോ ഒരു പക്ഷേ അല്ല, ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താണടാ പ്രശ്നം? ഇപ്പൊ അവളുടെ ഉള്ളിലുള്ള ഇഷ്ടം അവളടുത്ത് മാന്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് നീ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നീയുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൾക്ക് താല്പര്യമില്ല, അവള് പോയി. പിന്നെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട് വിശ്വാസമാണ്, നീ ഇതാരടുത്തും പറയല്ലെന്നൊക്കെ ഇവള് ജാമ്യം എടുത്ത് പറയുന്നുണ്ടല്ലേ. അല്ല, അത് സത്യം പറഞ്ഞ ഈ റസ്മിന്റെ ഒരു ജെൻഡർ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലാത്ത പോലെ തോന്നി. എന്താന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ ഡ്രസ്സിംഗിൽ ഒരു ടോംബോയ് സെറ്റപ്പിലാണ് പുള്ളിക്കാരി നടക്കുന്നത്. മുടിയുടെ കാര്യമായാലും കഴിഞ്ഞ സീസണിലെ അഞ്ജുഷ് റോഷ് ഉണ്ടായിരുന്നു, ഇതുപോലെ ഒരു ടോംബോയ് സെറ്റപ്പ് ആയിരുന്നു. ഇതുപോലെ ഒരു നിക്കറൊക്കെ ഇട്ട് വൾഗറായിട്ട് തോന്നുന്നല്ല ഞാൻ പറഞ്ഞ, ഒരു ബോയ്സിന്റെ ഒരു രീതിയിലും അവളുടെ ആറ്റിറ്റ്യൂഡ് ആയാലും എല്ലാവരും ആണുങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പം ചിലപ്പോ ഒരു പക്ഷെ അവള് അങ്ങനെ ആയിരിക്കാം, ടോംബോയോ ലെസ്ബിയനോ ഒക്കെ ആയിരിക്കാം. അതെ, എന്തായാലും ശ്രീധുവിന്റെ അടുത്ത് ഒന്ന് പതുക്കെ മയത്തിലൊക്കെ പറയാൻ ശ്രമിച്ചില്ല, പക്ഷെ ശ്രീധു ഇറങ്ങി ഓടി. അവസാനം ബാത്റൂം അല്ല കിച്ചണിൽ പോയി കെട്ടിപ്പിടിച്ച് അത് കോംപ്രമൈസ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാവിലത്തെ ദിവസം ഡാൻസ് ഒക്കെ തുടങ്ങുന്നത്. ഇപ്പൊ രാവിലത്തെ പരിപാടി ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നോറ പറയുന്നുണ്ട് ശ്രീരേഖ എടുത്തല്ലേ, ഞാൻ കരയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം, ബാക്കിയുള്ളവര് ഈ പറയുന്ന ശപിക്കുന്നതും ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന തനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നും കുഴപ്പമില്ലേ ചേച്ചി എന്നൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട്. പക്ഷെ ശ്രീരേഖ അതിന് മറുപടിയൊന്നും പറയാതെ നോ എനിക്ക് താല്പര്യമില്ല എന്നൊരു രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. പിന്നീട് അത് ശരിക്കും നോറ ഉദ്ദേശിക്കുന്ന വെച്ചാൽ കരയുന്നത് ഇവിടെ ഒരു പ്രശ്നമാണ്, എന്നാ ശാപം പറയുന്നതൊന്നും കുഴപ്പമില്ല എന്ന രീതിക്കാണ് പറയുന്നത്. അതാണ് അതിന്റെ ഒരു കറക്റ്റ് പോയിന്റ്. അതെ, പിന്നീട് വന്നത് വൈൽഡ് കാർഡ് എൻട്രീസ് ആണ്. അതിൽ ഈ പറയുന്ന ഫസ്റ്റ് വരുന്ന നന്ദനയാണ്. നന്ദനേനെ എല്ലാവരും സ്വീകരിക്കുന്നു. അത് ജിൻഡോയാണ് ഫസ്റ്റ് ഈ പറയുന്ന കൈയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത്. പിന്നീട് വന്നതെന്ന് വെച്ചാൽ അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറുമാണ് വന്നത്. അവരും അതെ, അതിലും ഈ പറഞ്ഞ കണക്ക് അവര് വന്നതിന് ശേഷം ജിൻഡോ പറയുന്നുണ്ട് ഗെയിം കളിക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള 2 ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഊക്കുന്നതായിട്ട് നമുക്ക് അതിന്റെ സൈഡിൽ കൂടെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നീട് എന്റെ അഭിപ്രായത്തില് ജിൻഡോ അടിച്ച അവസാനത്തെ ഡയലോഗ് അതായിട്ട് തോന്നി. ഇന്നത്തെ ദിവസം ജിൻഡോ പിക്ചറിലേ ഇല്ലായിരുന്നു. ശരിയാണ്, പിക്ചറിലേ ഇല്ലായിരുന്നു. അതെ, അത് എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ദിവസം കുമ്പിട്ട് പ്രാർത്ഥിച്ചല്ലോടാ, എന്താണ് ഇനി ഞാൻ നല്ല കുട്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്, ഇനി ഞാൻ പുതിയൊരാളായിരിക്കുന്നോ മറ്റോ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലോ പുറത്താക്കിയ ടൈമില് തിരികെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ മേ ബി അതുകൊണ്ടായിരിക്കാം ജിൻഡോ അത്തരത്തിലൊരു വാഗ്വാദങ്ങൾക്കോ എന്ന് വെച്ചാൽ പുള്ളിക്ക് തന്നെ സ്വയം അറിയായിരിക്കും താൻ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ ഓവറായിട്ട് സംസാരിക്കും, മോശം വാക്കുകളൊക്കെ പറയുമെന്ന് ചിലപ്പോ തോന്നിയിട്ടായിരിക്കും. രണ്ടാമത് വന്ന 2 പേരുടെ പേര് ഒന്നായതുകൊണ്ട് നമുക്ക് ഇനി അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ സെക്കൻഡ് നെയിം വെച്ച് വിളിക്കാം. അതായത് 2 പേരുള്ളതിൽ ഒരാൾ LGBTQ സപ്പോർട്ട് ചെയ്യുന്ന അഭിഷേക് ജയദീപും LGBTQ എതിർക്കുന്നുവെന്ന് അവിടെ ഒരു പൊതുവെ പ്രചാരണമുള്ള അഭിഷേക് ശ്രീകുമാറും. 2 പേരും കാണാനൊക്കെ നല്ല ചുള്ളന്മാരാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നപ്പോ തന്നെ നല്ല ലുക്കിലൊക്കെ അവർ വന്നു. പിന്നീട് ശ്രീകുമാറും ജയദീപും നമുക്ക് അങ്ങനെ അവരെ വിളിക്കാം, അല്ലെങ്കിൽ ഇവർ 2 അഭിഷേക് ആയതുകൊണ്ട് മാറിപ്പോവും. ഈ ഗേ ആയിട്ടുള്ളത് ജയദീപ്, ഇതിനെ എതിർക്കുന്ന പറയപ്പെടുന്ന ആള് അഭിഷേക് ശ്രീകുമാർ. ഇനി കണ്ടിന്യൂ ചെയ്യാം. ഈ പറഞ്ഞ പോലെ LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ജയദീപ് പുള്ളിക്കാരൻ ഈ പറയുന്ന ജാൻമണിയുമായിട്ട് ശരിക്കും നല്ല സൗഹൃദത്തിലാവുന്നു അല്ലെ, നേരത്തെ പരിചയക്കാരാണെന്ന് തോന്നുന്നു. കാര്യം ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം DJ സിബിൻ, പൂജ, സായി കൃഷ്ണ എന്നീ 3 പേരാണ് വരുന്നത്. സായി കൃഷ്ണ പറയുന്നുണ്ട്, ജാൻമണിയുടെ അടുത്ത് വന്ന വായിലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ബിസിനസ് ക്ലാസ്സിലല്ല വന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊരു രീതിയിൽ ഒന്ന് താങ്ങുന്നുണ്ട്. പിന്നെ ഗബ്രി പറയുന്നുണ്ട്, സായിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വീഡിയോസ് ഒക്കെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആളാണല്ലോ ഈ പറയുന്ന സായി കൃഷ്ണ എന്ന് പറയുന്നത്, അപ്പൊ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ സമയം ഇതിന് ശേഷം നടന്നത് പുതിയ ക്യാപ്റ്റനെ അവരോധിക്കുന്ന, അല്ലെങ്കിൽ പഴയ ക്യാപ്റ്റനായിട്ടുള്ള ജാൻമണി പുതിയ ക്യാപ്റ്റന് പുതിയൊരു ബാഡ്ജ് കൊടുക്കുകയാണ് അല്ലടാ.
ആദ്യമായിട്ട് ഇതുവരെ ബാഡ്ജ് ഇല്ലായിരുന്നു, ക്യാപ്റ്റൻ പറയല് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ബാഡ്ജ് കൊടുത്തു. അപ്പൊ ജാൻമണി പറയുന്നുണ്ട് ഉം. എനിക്ക് തന്നില്ല ബിഗ് ബാഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ അതെ. അതിനുശേഷം പുതിയ ടീം അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ഇതായിരുന്നു. അത് ഓൾറെഡി അവര് തീരുമാനിച്ചു. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-ാമത്തെ ആഴ്ച എല്ലാം പിരിച്ചുവിടുന്നു, എല്ലാ വിടും. അതെ 4 ആഴ്ച കഴിഞ്ഞാൽ പിരിച്ചുവിടുന്നു, എല്ലാം പിരിച്ചുവിട്ട് ഗ്രൂപ്പുകളെയും, അതായത് കൂട്ടം ചേർന്ന് നിന്ന് എല്ലാവരെയും പിരിപ്പിച്ച് തന്റെ കൂടെ കൂട്ടം ചേർന്നവരെ മാത്രം വെച്ച് ജാസ്മിൻ ടീമുകളെല്ലാം പിരിച്ചു. അപ്പോഴും പണി കിട്ടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ എല്ലാം ഫേവററ്റിസം മാറ്റിയിട്ട് സ്വന്തമായിട്ടൊരു ഫേവററ്റിസം എടുത്ത് അതെ ഗബ്രി, റസ്മിൻ, പിന്നെ തന്നെ അർജുൻ, അപ്സര, അർജുൻ, അപ്സര. അപ്സരേനെയും നമ്മുടെ ഈ അപ്സരയായിട്ടുള്ള ഒരു കമ്പനി നമ്മൾ പറയാൻ മറന്നുപോയല്ലോ കേട്ടോ. മൂക്കളായിട്ട് ചായ കൊടുത്തപ്പോ കൂടെ നിന്ന ആളാണ്. അതല്ല, അത് മാത്രം എടാ എനിക്ക് അങ്ങനെയല്ല തോന്നിയ. ഇപ്പൊ ഒരു നമ്മുടെ കിരീടം സിനിമയില് കൊച്ചിൻ ഖനീഫ മോഹൻലാലുമായിട്ട് ഫൈറ്റിന് തുടങ്ങുന്നതിന് മുന്നേ ആ സെയിം അതുപോലെ തന്നെയാണ് എന്തൊരു വേറൊരു സിനിമയുണ്ട്, മറ്റേ എന്താ പറയാ, വേറൊരു സിനിമയുണ്ട് സെയിം അതുപോലെ. എന്ന് വെച്ചാല് ഒരു വലിയൊരാള്, തന്നെക്കാട്ടി വലിയൊരാള് തന്റെ മുന്നിൽ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് നമ്മളെ രണ്ടുപേരെയും അടിക്കാൻ ആരുണ്ടടാ എന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു അഭിപ്രായമുള്ളത്, ഈ ടീമിൽ ചേർന്നതിന് ശേഷം അപ്സര കുറച്ച് ഭയങ്കര ഒരു സ്വഭാവത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി വന്ന പോലെ തോന്നി ചില സമയത്ത്. നോറയോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഹുങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ തോന്നി. നമുക്ക് പറയുമ്പോ പറയാം. എന്തായാലും എന്തോ ജാസ്മിന്റെ കൂടെ കൂടിയതിനു ശേഷം ഒരു മാറ്റം വന്ന പോലെ, നെഗറ്റീവായിട്ടുള്ള മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. പറഞ്ഞോടാ. അല്ല, ബാക്കി ടീമുകൾ പിരിച്ചതില് ഇവളെങ്ങോട്ട് എടുത്തപ്പോ ഞാൻ തുടക്കത്തിൽ സന്തോഷിച്ചെങ്കിലും പിന്നെ മനസ്സിലായി ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത വിഷം പോലെ അതും മാറിയെന്ന്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാലടാ, സത്യത്തിൽ അധികാരമാണ് യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത്. അധികാരം തലയിൽ കയറാൻ നടത്താണ് സത്യത്തിൽ. ചിലപ്പോ അപ്സരയ്ക്ക് ഇപ്പൊ അഹങ്കാരം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അധികാരം, ഞാൻ അധികാരിയാണ്, അതുകൊണ്ട് നീ കുറച്ച് സംസാരിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ? നമുക്ക് വരുമ്പോ നോറയുടെ കാര്യം പറയുമ്പോ നമുക്ക് സംസാരിക്കാം. അതിനുശേഷം പവർ ടീമിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഗബ്രിയെയും റസ്മിനെയും അർജുനെയും അപ്സരനെയൊക്കെ ജാസ്മിൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഗബ്രിയെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ബാ മോനെ ബാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം സെറ്റായി, നമുക്ക് വീണ്ടും ഒരുമിച്ച് ഒരേ പായിലുണ്ട്, ഒരേ പായിൽ കിടന്ന് ഉമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കാന്നൊക്കെ കരുതിയാണ്. പക്ഷേ ബിഗ് ബോസ് അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, പവർ ടീമില് ഇനി കയറാൻ പറ്റില്ല. പവർ ടീം റൂമിലേക്ക് ഇനി പ്രവേശനം ഈ പറയുന്ന ക്യാപ്റ്റന് പ്രവേശനം ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കയറ്റാൻ വേണ്ടി ജാസ്മിനെ വോട്ട് കൊടുക്കുന്നത് ശ്രീരേഖയാണ്. അത് നമ്മുടെ യമുന റാണിയെ തള്ളിക്കൊണ്ട് ശ്രീരേഖയാണ് അന്ന് ഈ പറയുന്ന ജാസ്മിൻ വോട്ട് കൊടുക്കുന്നത്. പക്ഷേ നൈസിന് ശ്രീരേഖനെ ഒഴിവാക്കിയല്ലേ, ആവശ്യമില്ല. അതെ അതെ സാധ്യതയുണ്ട്. എന്തായാലും പുതിയ ടീം അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ ഫുഡിന്റെ ടീമായിട്ട് തെരഞ്ഞെടുത്തേക്കുന്നത് ഋഷി, ശരണ്യ, പൂജ, അഭിഷേക് ശ്രീകുമാർ. അതുപോലെ തന്നെ ഫ്ലോർ ടീമായിട്ട് തെരഞ്ഞെടുത്തേക്കുന്നത് ജിൻഡോ, സായി, റസ്മിൻ, നന്ദന, അഭിഷേക്, ജയദീപ്. പിന്നീട് ഉള്ള എന്ന് വെച്ചാൽ ബാത്റൂം ടീമാണ്. അത് ശ്രീരേഖ, അൻസിബ, DJ സിബിൻ, ശ്രീതു എന്നിവരെയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ പിന്നീടാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ക്യാപ്റ്റന് പവർ ടീമിലേക്ക് പ്രവേശനം ഇല്ലെന്നൊക്കെ പറയുന്നതും. അത് കേട്ട് സത്യം പറഞ്ഞാൽ എല്ലാരും കൈയടിക്കുന്നുണ്ട്. അത് പുതിയ ആൾക്കാരുൾപ്പെടെ പഴയ ആൾക്കാരുൾപ്പെടെ എല്ലാരും കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അതെ അതിനുശേഷം ഈ പറയുന്ന പോലെ അഭിഷേക്, ജയദീപ് റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ കയറിയിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്ന ഋഷിയും അപ്സരയും മറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പറയുകയാണ് ഇവിടെ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് വരാൻ കാരണം തന്നെ ഞാനാണ്. കാര്യം LGBTQ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ എതിർക്കാൻ വേണ്ടിയാണ് ആ പുള്ളീനെ കൊണ്ടുവന്നത് എന്നൊരു രീതിയിൽ പറയുന്നുണ്ട്. അതവിടെ കഴിഞ്ഞു. അതിനുശേഷം അഭിഷേക് ശ്രീകുമാർ ഈ പറയുന്ന ഈ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്നിട്ട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ പേര് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ അഭിഷേക് എന്നാണ് രണ്ടുപേരുടെയും പേരായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അഭിഷേക് ജയദീപിനെ അഭിഷേക് K എന്നും അഭിഷേക് ശ്രീകുമാറിനെ അഭിഷേക് S എന്നുമാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ടാഗ് ലൈനിലുണ്ടല്ലോ, നമ്മുടെ മൈക്കുമായിട്ട് ആ ഒരു ഇതില്, ആ ഒരു എന്താ പറയാ ബാഗില് അല്ലെ. അപ്പൊ ആ സമയത്ത് അതെ, അഭിഷേക് ജയദീപിന്റെ K എന്ന് പറയുന്നത് സത്യത്തില് കാട്ടുക്കൽ എന്നാണ് വീട്ടുപേര്. അപ്പോ ഉടനെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അതൊന്ന് ഒരു കാര്യം ആഡ് ചെയ്തിട്ട് പറയാം. അതായത് എന്താണ് ഈ K എന്ന് ശ്രീകുമാർ ചോദിക്കുകയാണ് ജയദീപിനോട്. അപ്പം ജയദീപ് പറയാണ് അതിന്റെ ഫാമിലിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം
ശ്രീകുമാർ ആക്കി ചോദിക്കുകയാണ് എന്താണ് മറ്റേതല്ലേ, അതായത് കുണ്ടൻ ഫാമിലി അല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അപ്പം ആ വാക്ക് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തോ ഇനി പുള്ളി പറഞ്ഞോന്ന് അറിയില്ല. പക്ഷെ അത് പറഞ്ഞില്ല, പക്ഷെ അത് കെ എന്ന് ഉദ്ദേശിക്കുന്നത് ഗേ ആണെന്ന് പുള്ളിക്കാരൻ പൊതുവിൽ പറഞ്ഞായിരുന്നു. അത് ഗേ ആയിട്ടുള്ള ആൾക്കാരെ മോശമായിട്ട് പറയുന്ന പദപ്രയോഗമാണ്. നമ്മൾ പിന്നെ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ആ വാക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അത് സത്യത്തിൽ നമ്മൾ തന്നെ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. പക്ഷെ ഈ കാര്യം ഇതാണ് അവിടെ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്നത്. അതായത് ഈ ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിലാണ് അവിടെ ചെറിയൊരു ക്ലാഷ് നടക്കുന്നത്. ശ്രീകുമാർ പിന്നെ അവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ട്. വന്ന ദിവസം തന്നെ വേണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതെ അതെ. അതിനുശേഷം ഈ പറയുന്ന പോലെ നമ്മുടെ ജയദീപ് പറയുന്നുണ്ട്, പുള്ളിക്കാരൻ എന്ന് പറയുന്ന ഹോമോഫോബിക് ആണ്, സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ് എന്നൊരു രീതിക്കൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ. LGBT-ക്കെതിരെ 4 പോസ്റ്റ് ദിവസം ഇടുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, കാര്യം എന്ന് വെച്ചാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരനെ ഫേസ്ബുക്കിൽ നിന്നാണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയോ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യൽ അക്കൗണ്ട്. ഒരുപാട് പേര് മാസീവ് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബ്ലോക്ക് ആവും. ഒരുപക്ഷെ LGBT-യിൽപ്പെട്ട ഒരുപാട് പേര് ചേർന്നിട്ട് അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചതായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ നമ്മുടെ കിച്ചണിലുള്ള നമ്മുടെ ജാൻമണിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജാൻമണി പറയുന്നുണ്ട്, എന്നോട് താങ്കൾ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കുത്താൻ വരരുത് എന്നൊരു രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവള് ആര് ആചരിക്കും, ഇവള് ആര് കുത്താൻ പാടില്ല, നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ഇവളെ പേര് പറയാൻ പാടില്ല. ലാലേട്ടൻ വരെ ഇവളെ പേടിയായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. അല്ല, ഇതുള്ള വിചാരം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേടിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. നീ പറഞ്ഞു വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു പോകും. അതെ. അപ്പോ പറയുന്നുണ്ട്, എന്നോട് സംസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ കുത്തരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ശ്രീകുമാർ പറയുന്നുണ്ട്, അത് നമുക്ക് ആലോചിക്കാം, ആരെ കുത്തണം ആരെ കുത്തണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതിന് ആ ഒരു പറഞ്ഞോളാന്ന് പറഞ്ഞപ്പോ തിരിച്ച് നമ്മുടെ ജാൻമണി പറയാണ്, എന്നാ ഞാനും തിരിച്ച് നല്ലത് പറയും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രീകുമാർ ചോദിക്കുകയാണ്, പ്രാക്കല്ലേ, പ്രാപിക്കോ, നോ ഇഷ്യൂസ്, പ്രാപിക്കോ. അതിനുശേഷം ശ്രീകുമാർ പറയുന്നൊരു ഡയലോഗ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏലിയൻ ലാംഗ്വേജ് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി എനിക്കില്ല എന്നൊരു രീതി പറയുന്നുണ്ട്. ഏലിയൻ ലാംഗ്വേജ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ ഉടനെ തന്നെ ജാൻമണി അതിനെ ഒരു കാർഡിറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഉടനെ പറയുന്നുണ്ട്, എന്നെ ഏലിയനാക്കി എന്റെ മുഖത്തിനെ ഒരു വൈകൃത രൂപത്തോട് പറയുന്നുണ്ട്. അതായത് ഏലിയൻ, എന്റെ കൈ കാൽ കണ്ട നിനക്ക് ഏലിയൻ പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളില്ലാത്ത ബന്ധമൊക്കെ പുതുതായിട്ട് ഉടലെടുത്തുകൊണ്ട് ജാസ്മിനൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ എന്തിനാണ് പറയുന്നത്, ഇത്തരത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ പോലുള്ള രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ വാക്കൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ട. അപ്പം പൂജ കൃഷ്ണ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏലിയൻ ലാംഗ്വേജ് എന്നാണ് പറഞ്ഞത്. ഏലിയൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയെന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണോ എന്നൊക്കെ ജാസ്മിൻ ചോദിച്ചിട്ട്, എന്നാലും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തത് മോശമായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ ഒന്നാമതേ എയറിലാണ്. ഇനിയിപ്പോ ചന്ദ്രയാനിലുള്ള നമ്മുടെ സൂര്യന്റെ ഭ്രമണപഥത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതെ അതെ അതെ. പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട നടന്നെന്ന് വെച്ചാൽ, ഈ ജാസ്മിനും നമ്മുടെ പുറത്തുനിന്ന് വന്ന സീക്രട്ട് ഏജന്റ് ഉണ്ടല്ലോ സായി കൃഷ്ണ, ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോ സായി കൃഷ്ണ പറയുന്നതെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയണം. ജാൻമണിയെ ഇതിന് ശേഷം അങ്ങോട്ട് പിടിച്ചോണ്ട് പോകുന്നതും ജാസ്മിൻ പറയുന്നുണ്ട്, ഈ പറയുന്ന പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ബാക്കിയുള്ള 6 കണ്ടസ്റ്റൻസും വന്നിട്ടുള്ള, അവർ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം. മാറിയും ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അങ്ങോട്ട് ട്രിഗർ ആവുന്നെന്ന് അവർക്ക് അറിയാം എന്നൊക്കെ ജാൻമണിയോട് പറയുന്നുണ്ട്. അതെ. അതിനുശേഷം ജാസ്മിനും ഈ നമ്മുടെ സായി കൃഷ്ണയും തമ്മിൽ എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി കുറെ ഹിന്റുകൾ കൊടുക്കുന്നുണ്ടല്ലേ കൃത്യമായിട്ട്. അതാ ഇവ എന്താ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ പോയതാണോ എനിക്ക് സംശയമുണ്ട്. അപ്പുറം ഒരു കസേരയിട്ടിരിക്കുക, എന്നിട്ട് അവൻ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കും, നീ ചെയ്യുന്നതൊക്കെ മോശമായി പോയി, പുറത്ത് നെഗറ്റീവായിട്ട് വന്നു. ഇവൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഗെയിമിന് വേണ്ടി പറയാനാണെങ്കിൽ പോലും പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് ബിഗ് ബോസ് നേരത്തെ ഇത് അറിയാത്ത ആളൊന്നും അല്ല. ആഴ്ചക്ക് 40 വട്ടം കണ്ടവരുടെ എല്ലാ കാര്യങ്ങളും വീഡിയോ ഇടുന്ന ആളാണ്. അപ്പം പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറയാണ്, ഇതുപോലെ ആകെ പ്രശ്നമായി. അപ്പം കിട്ടാൻ പോണ ആളിന്റെ അവൻ അഫ്സലിക്കാരും ചോദിക്കുമ്പോ പറയുന്നുണ്ട്, ഇങ്ങനെ കരയുന്ന പോലെ കയ്യിൽ ഇങ്ങനെ ഇത് കാണിക്കും, നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്ന പോലത്തെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. കരഞ്ഞാ
കരയുന്ന വീഡിയോ ആയാ, ആ, ഫോട്ടോ ആയാ, ആ, എന്നിട്ട് ആർക്ക് അയച്ചു, എപ്പോ അയച്ചു, അപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ട്. വാപ്പച്ചിയാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ ആംഗ്യം കാണിക്കുകയാണ് അവിടെ. അതെ അതെ. പിന്നെ പക്ഷെ ആംഗ്യം ഇതുമായിട്ട് കാണിച്ചാല് ഒരു ഇപ്പുറത്തുള്ളവർക്ക് കാര്യം കൂടെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പ്രേമിച്ചോ, പക്ഷെ ഇത് എന്താണെന്ന് പറയാതെ ഈ പറയുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോ ജാസ്മിൻ ഉടനെ നല്ലവള ജമാൻ വേണ്ടി പറയുന്നുണ്ട്, എനിക്ക് പ്രേമമൊന്നും ഇല്ല എന്നൊരു രീതി പറയുന്നുണ്ട്. എന്താണ്, എനിക്ക് വേണ്ടി പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ രണ്ട് മൂന്ന് നിർത്തി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വലിയ കാര്യത്തിന് പറയുന്നുണ്ട്, കയ്യില് കയ്യിൽ പിടിക്കുന്നതും ഹഗ് ചെയ്യുന്നതും നെറ്റിയിൽ ഉമ്മ തരുന്നതും ഒക്കെയാണോ ഇവിടത്തെ വലിയ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ്, അതൊക്കെ ഒരു പ്രണയത്തിന്റെ ഭാഗമായിട്ടാണോ ചെയ്യുന്നത്, ഇത് സൗഹൃദത്തിനും ഈ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ എന്നൊരു രീതിക്കാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എത്രത്തോളം പ്രേക്ഷകർക്ക് ദഹിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും അല്ലെ. സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്ന എല്ലാവരും ഓർക്കുന്നില്ല എന്നൊക്കെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും സീക്രട്ട് ഏജന്റ് അവിടെ ഇത്രയും വലിയൊരു ഹിന്റ് കൊടുത്തിട്ടും ജാസ്മിൻ അവിടെ ആരോടത്തേക്കോ ഒരു അത് ലൈവിൽ കാണിച്ചായിരുന്നു, പക്ഷെ നമ്മുടെ എപ്പിസോഡിൽ ഇല്ലായിരുന്നു. അതെ അതെ. ആരോട് പറയുന്നുണ്ട്, അത് ബിഗ് ബോസ് ഒരു തവണ അനൗൺസ് ചെയ്തു. എന്താണ്, ഉം. പുറത്തുള്ള വൈൽഡ് കാർഡുകൾ നിങ്ങളെ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, അവര് നിങ്ങളെ ഗെയിം മനസ്സിലാക്കിയാണ് വന്നതെന്ന് ഓർക്കുക എന്ന് പറയുന്നത്. അപ്പം ജാസ്മിൻ ചോദിച്ചു പോകും, അപ്പം ചിലപ്പോൾ ഉള്ളതല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഒരു ആരോടോ ഒരു റസ്മിനോട് പോയി പറയുന്നത് കാണിക്കുന്നുണ്ട്. അതെ. ഈ സായി ആയിട്ടുള്ള സംഭാഷണത്തിന് ശേഷം റസ്മിനോട് പോയി ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. ഉം. എന്താണ്, ഇതുപോലെ പറയാണ്, പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പറയുന്നു, ഞാൻ ഇത് കെട്ടിപ്പിടിച്ചതാണോ പ്രശ്നം, ഞാൻ ഉമ്മ വെച്ചാണോ പ്രശ്നം, എന്താണ് പ്രശ്നം, എന്റെ പാരന്റ്സ് എന്നെ വിശ്വസിക്കില്ല, എനിക്കിനി ആരുമില്ലേ, ഞാൻ മരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ ഒരു കള്ളക്കരച്ചിലായിട്ടും പറഞ്ഞതെല്ലാം ഒരു നാടകത്തിൽ എഴുതി വെച്ച് പറഞ്ഞ ഡയലോഗ് പോലെ എനിക്ക് തോന്നിയത്. അതെ. പിന്നീട് നടന്ന ചെറിയൊരു സംഭവം എന്ന് പറയുന്നത്, നന്ദന പൂജയോട് പറയുന്നതാണ്, ഈ കിച്ചണിൽ വെച്ച് പറയുന്നുണ്ട്, മുടി കെട്ടി വെച്ചിട്ട് നിങ്ങൾ പൂജ വർക്ക് ചെയ്യണം, കിച്ചണിൽ ജോലി ചെയ്യണം എന്നൊരു രീതിയിൽ പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ ഹൈജീൻ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ ജാസ്മിന്റെ കാര്യം. അതെ അതെ അതെ. അല്ല, അത് പിന്നെ ചെറിയൊരു വാക്ക് തർക്കത്തിലും അതങ്ങ് അവിടെ അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം നോമിനേഷൻ അതെ, നോമിനേഷൻ ആയിരുന്നു. നോമിനേഷൻ ഓപ്പൺ നോമിനേഷൻ ആണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 50 ദിവസത്തിന് ശേഷം സാധാരണ ഓപ്പൺ നോമിനേഷൻ ഒരാളെ ഇരുത്തിക്കൊണ്ട് തന്നെ അയാളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ വീണ്ടും ഓപ്പൺ നോമിനേഷൻ കൂടാതെ കറുത്ത ചായം പുറത്ത് തേക്കുന്ന ഒരു ഇതും കൂടെ നോമിനേറ്റ് ചെയ്യുന്ന ആളിനെ. അതെ അതെ അതെ. അതില് ഈ പറഞ്ഞ കണക്ക് അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത്, പലരും പല പേരുകളും പറഞ്ഞുവെങ്കിലും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ശരണ്യ പറഞ്ഞൊരു കാര്യമാണ്. ശരണ്യ ഈ പറയുന്ന എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോയും ഉണ്ട് കൂടെ. ജിൻഡോ ശരീരത്തിൽ ഒരു ബാഡ് ടച്ച് നടത്തി എന്നൊരു രീതിയിൽ ഒരു പരാമർശം നടത്തിയായിരുന്നു. അത് കേട്ടില്ലായിരുന്നോ? അത് നമ്മൾ സത്യത്തിൽ ഞാൻ കണ്ടില്ല കേട്ടോ, ആ ഒരു സീനൊന്നും ഞാനും കണ്ടിട്ടില്ല. അപ്പം അത് കേട്ടായിരുന്നു. അതിനുശേഷം ജിൻഡോയുടെ ഒരു മറുപടി നോമിനേഷൻ ഉണ്ട്. ശരണ്യനെ എന്നെ മോശമായി കാണിക്കാൻ ശ്രമിച്ചു. അത് നടന്നത് റോക്കിയും കൂടെ ഉണ്ടായിരുന്ന കാലത്ത്, ആ സമയത്താണ് നടന്നത്. ഞാനല്ല ദേഹത്ത് പിടിച്ചത്, റോക്കിയാണ് ദേഹത്ത് പിടിച്ചത്. മാത്രമല്ല, ഇത് മോശമായിട്ടുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും ടച്ച് ചെയ്തിട്ടില്ല. അന്ന് നടന്നൊരു സംഭവം ഇത്രയും കാലത്തിന് ശേഷം ഇപ്പൊ പറഞ്ഞത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ആണ്, എന്നെ മോശമായിട്ട് കാണിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ തിരിച്ച് ശരണ്യനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ അവിടെ വിവാദമായത് നമ്മുടെ അഭിഷേക് ജയദീപും ശ്രീകുമാറും തമ്മിലുള്ള ക്ലാഷ് ആണ്. അവിടെ അഭിഷേക് ജയദീപ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഒരു ഹോമോഫോബിക് ആണ്, വന്ന ദിവസം തന്നെ എന്നെ ഒരു മോശം കേയിൽ തുടങ്ങുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ കായൽ തുടങ്ങുന്ന പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അത് പറയുന്നു. പിന്നെ അഭിഷേക് ശ്രീകുമാർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാടാ. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല്, കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന അഭിഷേക് ജയദീപിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, പുള്ളിയെയാണ് ഞാൻ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ അറിയാം, അതായത് സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ആളാണെന്നും പറയുന്നുണ്ട്. അതെ അതെ അതെ. പക്ഷെ ഇത് അതിന്റെ ഇടയിലൂടെ ചെറിയൊരു തർക്കം പോലെയൊക്കെ ആവുന്നുണ്ട്. അപ്പം ഈ പറയുന്ന സമയത്തൊക്കെ ഇവന്റെ ഒരു മുഖത്തൊക്കെ ഒരു ഭാവമുണ്ട് നമ്മുടെ ജയദീപിന്റെ. ഇതിന്റെ ക്ലാരിറ്റി വരുന്നത് അടുത്ത BB+ലാണെന്നുള്ളതുകൊണ്ട് നമുക്ക് അതിന് വരുന്ന സമയത്ത് പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതിന് ക്ലാരിറ്റി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് എന്തോ ഒരു വ്യക്തത ഇല്ലാത്ത കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു മോശം കാര്യം പറഞ്ഞതുപോലെ ജയദീപിനോട് തോന്നി. അതെ, മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ 2 വോട്ടോടുകൂടി ശ്രീരേഖയും ഋഷിയും നോറയും ശ്രീതുവും, അതുപോലെ തന്നെ 3 വോട്ടോടുകൂടി ശരണ്യയും, 6 വോട്ടോടുകൂടി കട്ടിൽ സ്റ്റാർ ആയിട്ടുള്ള അൻസിബയും, 9 വോട്ടുകളോടുകൂടി നമ്മുടെ ശ്രീകുമാറും, മന്ത്രവാദിനി അമ്മയായിട്ടുള്ള നമ്മുടെ ജാൻമണിയും, അതുപോലെ തന്നെ പവർ ടീം നേരിട്ട് തെരഞ്ഞെടുത്തത് ജിൻഡോയാണ് അല്ലെ നോമിനേറ്റ് ചെയ്തത്. ഇതിനുശേഷം
പറയുന്ന മറ്റൊരു പ്രസക്തമായിട്ടുള്ള കാര്യം നന്ദനയുടെ കീഴിൽ നിന്നാണ്, അല്ലെങ്കിൽ നന്ദന തന്നെ പറഞ്ഞ മറ്റൊരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഗബ്രിക്ക് ആരുടെയെങ്കിലും തോള് കിട്ടിയാൽ മതി, ഒന്നീ ജാസ്മിൻ അല്ലെങ്കിൽ റസ്മിൻ. ഇത് ആരുടെ മുന്നിലാണ് പറയുന്നതെന്ന് ആലോചിക്കണം. ജാസ്മിന്റെ മുന്നിൽ തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഒന്ന് ആലോചിക്കണം. അപ്പൊ ഒന്നും പറയുന്നില്ല, കാര്യം ഉള്ളതാണല്ലോ, ഇനി പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനുശേഷം ജാൻമണിയുടെ കരച്ചിലുണ്ട് കേട്ടോ. ഈ ജാൻമണിയെ തന്നെയാണ് ഈ പറയുന്ന 9 ആൾക്കാർ നോമിനേറ്റ് ചെയ്തത്. അപ്പം അതിൽ കൂടുതൽ പേരും പറയുന്ന ശാപവാക്കുകൾ, ഈ പറയുന്ന ക്ലാസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2006 മുതൽ പുള്ളിക്കാരി ബിസിനസ് ക്ലാസ്സിലാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ വെച്ച് തള്ളുന്നതൊക്കെ ഈ പറയുന്ന നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം പുള്ളിക്കാരി പുകവലിക്കുന്ന റൂമിൽ കയറി കരയുന്നുണ്ട്, സ്മോക്കിംഗ് റൂമിൽ കയറി കരയുന്നുണ്ട്. അപ്പോഴ് അൻസിബയാണ് കൂട്ടിരിക്കുന്നത്, അല്ല ആദ്യം ഇരിക്കുന്നത് അപ്സരയാണല്ലേ, അപ്സര കൂട്ടിരിക്കുന്നത്. അൻസിബ പുറത്തിരിക്കുന്നത്. അപ്പം അൻസിബ പറയുന്നത് അപ്സര ഒന്ന് പുറത്ത് പോകും, അവള് സ്പേസ് കൊടുക്ക്, കാര്യം ഇവര് തമ്മിൽ നേരത്തെ ക്ലാസ്സിലാണ്. അപ്പം അതെ അതെ ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞ് അപ്സര ഒരു സൈഡിൽ നിൽക്കുന്നത്. നീ വന്നതിന് ശേഷമാണ് ഇത്രയും കരച്ചിലായെന്നൊക്കെ അൻസിബ പറയുന്നത്. അതെ അതെ അതാണ് അൻസിബ പോയി അവിടെ ആശ്വസിപ്പിക്കാൻ പോകുന്നു, രണ്ടും കൂടെ അടിയാവുന്നു. ജാൻമണിയുടെ കരച്ചിലിനിടയിൽ അവിടെ അടി നടക്കുന്നു. ജാൻമണി ഒന്ന് നിർത്തൂ, എന്നെ വിടൂ എന്നൊക്കെ പറയുന്നുണ്ട്. എടാ ഞാനേ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ മറ്റൊരു കാര്യം, അത് നമുക്ക് വേണമെങ്കിൽ അല്ല ഇപ്പം തന്നെ പറഞ്ഞു പോവാം. കാര്യം എന്ന് വെച്ചാൽ ഒരു വീഡിയോ കണ്ടേണേ, ജാൻമണിയുടെ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോബ് വേക്കൻസി, ട്രാൻസ്ലേറ്റർ, സാലറി എന്ന് പറയുന്നത് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. മനസ്സിലായല്ലോ കാര്യം, മനസ്സിലായല്ലോ. പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്പോട്ടിൽ കൊടുക്കുക. സാലറി നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറമായിരിക്കും. അതാണ് ജാൻമണിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. പിന്നീട് പറയുന്നത്, നേരത്തെ അമീർ പറഞ്ഞ പോലെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ അഭിഷേക് ശ്രീകുമാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളിക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു ഹോമോ സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും അതുപോലെ തന്നെ സ്വന്തം പാർട്ട്ണറെ തെരഞ്ഞെടുത്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ആർക്കെതിരെയും താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അവരോട് സപ്പോർട്ടും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദം പോലും തനിക്കുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരനെ എതിർക്കുന്നതെന്ന് പറയുന്നത് LGBTQ എന്ന് പറഞ്ഞ് കുടുംബങ്ങളെയും അതുപോലെ തന്നെ കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കെതിരാണ് എന്നൊരു രീതിക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അത്തരത്തിൽ ഒരാളുണ്ടെന്നുള്ള രീതിയിൽ ഒരു ട്രാൻസ്ജെൻഡർ ആൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആകാത്തതിന് ട്രാൻസ്ജെൻഡർ ആകാത്തതിനും അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാത്തതിനും ഒരു വ്യക്തിയെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ, അതുപോലെ തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ആ ആളിന്റെ കുഞ്ഞിനെയും ഇവിടെ ഒരാള് മോശമായിട്ട് വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ സത്യത്തില് അവിടെയുള്ള ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും കാര്യം മനസ്സിലായില്ല എന്താണെന്ന്. കാര്യം ശ്രീകുമാർ ഇതിനെപ്പറ്റി വെറുതെ പറയുന്നതെന്നാണ് പൊതുവിൽ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായത്. പക്ഷെ സത്യത്തില് നമ്മൾ ഇതിനെപ്പറ്റി ഞാൻ അമീറെ ഇതിനെപ്പറ്റി ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല, കൊറിയൻ മല്ലു എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട്. യൂട്യൂബർ മാത്രമല്ല, പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലും അല്പം ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാഷുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മുടി നീട്ടി വളർത്തിയ ഒരാളാണ്. അതുപോലെ തന്നെ ഫേസ് എന്ന് പറയുന്നത് ഒരു ഈ ഫെമിനൈൻ ടച്ച് ഉള്ള ഒരു മുഖമാണ്. പുള്ളിക്കാരൻ കണ്ണെഴുതും, ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കും. അതുപോലെ പോവാൻ തോന്നുന്നു അല്ലേ? എന്താടാ? അല്ല, ഡയറക്റ്റ് ആയിട്ട് പോവാം. അതായത് കൊറിയൻ മല്ലുവിന്റെ പ്രൊഫൈലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതെ അല്ലേ, ബാക്കി പറയും. അതെ, അപ്പോൾ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതില് നമ്മുടെ അഭിഷേക് ജയദീപ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയായിരുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പം വിഷ്വലായിട്ട് കാണിച്ചു തരാം അല്ലെ, അത് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പൊ ഇത്തരത്തില് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള അത്രയ്ക്ക് മോശപ്പെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഇത്തരത്തില് ഈ പുള്ളിക്കാരന്റെ കുഞ്ഞിനെ പോലും പറയുന്ന രീതിയിൽ അഭിഷേക് ജയദീപ് അദ്ദേഹം ഒരു ഗേ ആണ്. അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ്, അത്രയും മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്ന് നടത്തിയത്. അതിനെപ്പറ്റിയാണ് സത്യത്തിൽ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത്. പക്ഷെ ഇത് ആർക്കും മനസ്സിലായില്ല. അത് ഈ പറയുന്ന ഒന്ന് ആലോചിക്കണം, നമ്മുടെ സീക്രട്ട് ഏജന്റിന് പോലും ആ കാര്യം മനസ്സിലായില്ലെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്ന ചിലപ്പോൾ ഇനി പുള്ളിക്കാരൻ മൗനം പാലിച്ചാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. പുള്ളിക്കാരൻ വെറുതെ അങ്ങ് പറഞ്ഞ
ഒരു കഥയല്ലത് അല്ലേ? അല്ല, പ്രേക്ഷകർ മനസ്സിലാക്കണം എന്ന് പറയാനും ഉം. ഈ ഹൗസ് മേറ്റ്സ് പറയാനേ സമ്മതിക്കുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ എന്താണെന്ന് പറയാൻ, സ്റ്റേറ്റ്മെന്റ് പറയാൻ സമ്മതിക്കുന്നില്ല. അല്ല, അത് പുതുതായിട്ട് കേൾക്കുന്ന ഒരാൾ എന്തായിരിക്കും ഇവിടെ ധരിക്കുന്നത്? പുള്ളിക്കാരൻ കഥ പറയുന്നതെന്നേ വിചാരിക്കൂ. കാര്യം ഒരു ഗേ ആയിട്ടുള്ള ഒരു LGBTQ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളിനെ, ഒരു ന്യൂനപക്ഷത്തിനെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടി നടത്തുന്ന മോശമായിട്ടുള്ള പരാമർശം എന്നാണ് ജാസ്മിൻ ഉൾപ്പെടെ പറയുന്നത്. എന്നിട്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ജയദീപിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് പുള്ളിക്കാരൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അടിക്കുന്നതാണ്, ഇതിനെപ്പറ്റി നിങ്ങൾ ഇത് ബോധേഡ് ആവേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, അതെ അതെ എന്ന് വെച്ചാൽ ആ കാര്യം ചെയ്തിട്ടില്ല എന്നൊരു രീതിയിൽ ആണ് പുള്ളിക്കാരൻ ഉൾപ്പെടെ നിൽക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എങ്ങനെയായിരിക്കും ബാക്കിയുള്ളവർക്ക് ഇത് കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നതൊരു ടഫായിട്ടുള്ള കാര്യമായിരിക്കും. കാര്യം അതിനൊരു തെളിവൊന്നുമില്ലല്ലോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ പറയുന്ന സത്യത്തിൽ യഥാർത്ഥത്തിൽ അന്ന് ജയദീപ് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം മോശമാണെന്ന് സോഷ്യൽ മീഡിയ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മുടെ ജാസ്മിൻ ഗബ്രി കരച്ചിലാണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ അമ്മോ, ഒന്നും പറയണ്ട. ക്രിഞ്ച് ഫെസ്റ്റിവൽ, ക്രിഞ്ചിന്റെ അതെ, അത് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. അത് എന്താ പറയാ, ഒരു മമ്മൂട്ടിയുടെ ഡയലോഗ് ഉണ്ടല്ലോ. അതിന് മുമ്പായിട്ടൊരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, രാത്രി ആകുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നമുള്ളത് കേട്ടോ. അതെല്ലാരും പ്രേക്ഷകർ നോട്ട് ചെയ്യേണ്ട കാര്യം. പ്രേക്ഷകര് നോട്ട് ചെയ്ത് കാണൂടാ. കാര്യം നമ്മൾ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ടത്. ഈ പറയുന്ന ഗബ്രിക്കാണ് ഈ ഒരു അസുഖം, ഒരു വല്ലാത്തൊരു മാരകമായിട്ടുള്ള അസുഖമാണ്, രാത്രി ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം അസുഖം അല്ലേ? പകലാവുമ്പോ ഇവരിതൊന്നും സംസാരിക്കില്ല. ജാസ്മിൻ ഭയങ്കര ക്യാപ്റ്റൻസി, എല്ലാവരും നിയന്ത്രിക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു. രാത്രി ആയപ്പോ പൊട്ടിക്കരച്ചിലും കൂട്ടക്കരച്ചിലും കെട്ടിപ്പിടി ഉമ്മ ഒപ്പം തന്നെ. നമുക്ക് അതിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ അതിൽ പറയുന്നത് സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ മനസ്സിൽ കിടക്കൊണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് അവള് പറയുന്നത്. എന്ന് വെച്ചാല് നീ ഞാൻ തമ്മിൽ വേണ്ടാത്ത ഒരു രീതിയിലുള്ള അപ്രോച്ച് നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗബ്രി എവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതെന്ന് വെച്ചാല്, നിനക്ക് എമോഷണലി നീ ഇപ്പൊ അൺസ്റ്റേബിൾ ആണ്, എനിക്കറിയാം, ആ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നീ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിനക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയാൻ നിർത്ത് ജാസ്മിൻ, ശരിക്കും എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഗബ്രി എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീ ഒറ്റയ്ക്കല്ല, അതുപോലെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പോകാനും തയ്യാറാണ് എന്നൊക്കെ രീതിയിലൊക്കെ വെച്ച് തള്ളുന്നുണ്ട്. പിന്നെ വലുത് നീയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിന്നോട് പ്രണയമല്ല, സ്നേഹമാണ്. അപ്പം പിന്നീട് വീണ്ടും ബാക്കിയായിട്ട് പറയുന്നുണ്ട്, പ്രണയം ഇല്ലെന്നല്ല പറയുന്നത്, ചിലപ്പോ ഉണ്ടാകാം, ഉണ്ടായിട്ടുണ്ടാവാം, എന്താണ് ഇതൊക്കെ പറഞ്ഞ് വെച്ച് മെഴുകുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ നിനക്കെന്താ തോന്നുന്നത്? എന്ത് പറയാനാണ് അത്? സത്യം പറഞ്ഞ ഗബ്രിക്ക് പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കണമെന്നും എല്ലാം ആഗ്രഹമുണ്ട്. അതെ അതെ അത് അല്ലെങ്കിൽ ആരെങ്കിലും പറയൂ ഈ ഷോയേക്കാൾ വലുത് നീയാണെന്ന് വേറെ ആരെങ്കിലും പറയൂ? ഞാൻ പുറത്ത് വരുമ്പോ കൺവിൻസ് ചെയ്യാം, നിന്റെ വീട്ടുകാരെ തന്നെ കൺവിൻസ് ചെയ്യാം, ഞാൻ നിനക്ക് വേണമെങ്കിൽ മാട്രിമോണിന്ന് ഒരാളെ ഒപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് തരാന്നൊക്കെ പറയാം. അത് പറയുന്ന കേൾക്കുമ്പോ തന്നെ അറിയാം പുള്ളി എന്ത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, മാട്രിമോണിയിൽ എവന്റെ പേര് പ്രൊഫൈൽ ഉണ്ടാക്കി എവനെ കൊണ്ടായിരിക്കും കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അല്ല, പക്ഷേ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വരാലാണ് അല്ല, നമ്മള് ആ ഒരു ലാലേട്ട ഇവരെ പുറത്താക്കിയപ്പോ തന്നെ കണ്ടതല്ലേ, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ പുള്ളിക്കാരി കൂളായി, അത്ര തന്നെ ഉള്ളു. അപ്പൊ ഈ ഒരു നിന്റെ കല്യാണം മാട്രിമോണിയിൽ വെച്ച് വേണമെങ്കിൽ ഞാൻ നടത്തി തരാന്ന് പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ ആര് എന്റെ തന്തയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗബ്രി പറഞ്ഞ ഞാൻ നിന്റെ തന്തയാണ്, മറ്റേ ലാലേട്ടൻ ഭാര്യയാണെന്നൊക്കെ പറയുന്ന പോലെ പറയാണ്, ഞാൻ തന്തയാണ്, കാമുകനാണ്, ഭർത്താവാണ്, എല്ലാം പറയുന്നുണ്ട്. ഉമ്മയാണ്, വാപ്പയാണ്, ഉമ്മ തരുകയും ചെയ്യും, ഉമ്മ കൊടുക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള ഇതിൽ ഇങ്ങനെ പറയാ. എന്നിട്ട് അങ്ങ് മെഴുകായിരുന്നു എന്റെ പൊന്ന്. ക്രിഞ്ചെന്ന് വെച്ചാ ക്രിഞ്ചിന്റെ അങ്ങേ അറ്റം. അതെ, എന്നിട്ട് പറയുന്നുണ്ട് ഒരു സൈഡില് കരയാൻ വേണ്ടി ഇങ്ങനെ വിങ്ങി പൊട്ടുകയാണ് ജാസ്മിൻ പറയുകയാണ് കേട്ടോ. അപ്പൊ ജാസ്മിൻ അതിനുശേഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ട്, എനിക്ക് സ്കൂളിൽ പോകുന്ന ഒരു അനിയനുണ്ട് ഗബ്രി. എന്താണ് എങ്ങനെ സ്കൂളിൽ പോകുന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴും കടിക്കുമ്പോഴും കടി കൊടുക്കുമ്പോഴും കടി വാങ്ങുമ്പോഴും ആലോചിക്കണമായിരുന്നു. അതെ, അല്ല അവരുടെ അവസ്ഥ ഒരു കഷ്ടം തന്നെ ആയിരിക്കും അല്ലേ, പറയാതിരിക്കാൻ വയ്യ. ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പൊ അനിയൻ ഉണ്ടെങ്കിൽ അനിയൻ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ അവസ്ഥ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് തന്നെ വല്ലതും നടക്കുമോ എന്നൊരു രീതി, നമ്മളിത് പറയുന്നത് ശരിയല്ല എങ്കിലും പറയാതെ വയ്യ കാര്യങ്ങൾ. അടച്ചേക്കുന്നതുകൊണ്ട് മാത്രം ആ പയ്യന് കുറച്ച് സമാധാനം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് പറഞ്ഞ പോയിന്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ആലോചിച്ചത്. അത് പറഞ്ഞ പോയിന്റ് ആണ്. സോ എന്തായാലും എന്താണ്
പിന്നെ വേറൊരു കാര്യമുണ്ട്, ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗബ്രി ഞാൻ എന്താണ് ചെയ്ത തെറ്റ് എന്നൊരു രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് 10-23 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട്. അപ്പോ ഞാനൊരു സ്ത്രീ അല്ലേ ഗബ്രി? അതെ അതെ. അപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ദിവസം അവസാനിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പറയാം. ഈ നമ്മുടെ ചിലപ്പോ അത് ബിഗ് ബോസ് ഹിന്റ് കൊടുത്തുകൊണ്ടായിരിക്കാം. എന്ന് വെച്ചാല് ഈ നമ്മുടെ സീക്രട്ട് ഏജന്റ് ജാസ്മിനുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ജാസ്മിന് സീക്രട്ട് ഏജന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നോമിനേഷൻ സമയത്ത് ഈ ജാസ്മിൻ കുതുകാലി വെട്ടിയ കണക്ക് പുള്ളിക്കാരനെ തേച്ചിട്ട് പുള്ളിക്കാരനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇതെല്ലാം പറഞ്ഞു കൊടുത്ത ആളിനെ തന്നെ നോമിനേറ്റ് അല്ലടാ, ചെയ്തത്. അതിൽ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞല്ലോ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത് എന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല അതിവിടെ നമ്മൾ എൻഡ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഉം, ജാൻമണിയെ പേടിക്കുന്നു എല്ലാവരും എന്ന് സായി പറഞ്ഞതിന്റെ പേരിലാണ് ഉം. സായിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. എന്നിട്ട് ഇതുവരെ ഇല്ലാത്തൊരു ജാൻമണി സ്നേഹം ഇവക്ക്, നമ്മുടെ ജാസ്മിന്. ജാസ്മിൻ അതെ 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 അതായത് ജാൻമണിയോട് നമുക്ക് എല്ലാവർക്കും സ്നേഹമാണ്. ജാൻമണി പല തെറ്റും ചെയ്തെന്നിരിക്കും, അതെ എന്നാലും നമുക്ക് ജാൻമണിയോട് ഭയമല്ല സ്നേഹമാണ്. മറ്റേ ഇപ്പൊ ഒരു പരസ്യം ഉണ്ടല്ലോ സർക്കാരിന്റെ ഒക്കെ, ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞ പോലെ ഭയമല്ല സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം കൂടെ വിട്ടുപോയി. ആദ്യം അതെ, പറയാം. എനിക്ക് മനസ്സിലായി എന്താണെന്ന്. പറഞ്ഞോ, നീ തന്നെ പറഞ്ഞോ. നോറയുടെ ഇഷ്യൂ ആണ്. എന്താന്ന് വെച്ചാൽ നോറ പവർ ടീമിനോട് കുറച്ച് കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉം, പവർ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നുമില്ല, എല്ലാവരും ചിന്നിച്ചെതിരെ നടക്കുന്നതുകൊണ്ട് റസ്മിനും അപ്സരയും നിൽക്കുമ്പോൾ നോറ ചോദിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, പക്ഷെ വിട്ടുപോയി. വിട്ടുപോയി. അതെ അപ്പം എന്തുകൊണ്ട് ജാൻമണിക്ക് ശിക്ഷ കൊടുത്തില്ല പവർ ടീം? അതെ അതെ ഈ സംഭവം നടന്ന് 24 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ചു മുമ്പ് എന്തോ ജാസ്മിൻ എന്തോ പറയുന്നതായിട്ട് ഇതുവരെ നടന്നതെല്ലാം കഴിഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാവരും ക്ഷമിക്കുന്നു, മറക്കുന്നു. അപ്പൊ എന്നെ എത്രത്തോളം വേദനിപ്പിച്ച് എന്റെ വീട്ടുകാർക്ക് വരെ എത്രത്തോളം വിഷമമായിട്ടുണ്ടാവും. എന്റെ സൗണ്ട് ഇല്ലാതാവണം, എന്റെ തൊണ്ട പോകണം എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വിഷമമാക്കണം. ഒന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ പവർ ടീം കാണിച്ചു എന്ന് ഒരു സൈഡ് ചോദിക്കുന്നു. രണ്ടാമത് പവർ ടീമിന്റെ ഇരട്ടത്താപ്പും, അതായത് ഈ കാണിച്ച ഏറ്റവും മോശമായിട്ടുള്ള കാര്യമുള്ളതെന്ന് വെച്ചാൽ ബിഗ് ബോസ് തന്നെ പുറത്താക്കാൻ പോയി എന്ന് പറയപ്പെടുന്ന രണ്ടുപേരാണ് ഗബ്രിയും ജിൻഡോയും. അതെ എന്നിട്ട് ഇതേ സെയിം തെറ്റ് ചെയ്ത ജിൻഡോയെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നു, ഈ തെറ്റ് ചെയ്ത ഗബ്രിയെ പവർ ടീമിലേക്ക് എടുക്കുന്നു. അതെ അവള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ തെറ്റ് ചെയ്ത ആള് തന്നെ നമ്മളെ റൂൾ ചെയ്യേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് പവർ ടീമിൽ നിന്ന് എന്റെ ആൻസർ വേണമെന്ന് പറയുന്നുണ്ട്. അതെ അതെ ഇന്ന് രാത്രിക്ക് മുമ്പ് തരാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹുങ്കോടുകൂടി നമ്മുടെ അപ്സര അവളുടെ സൗണ്ട് താഴ്ത്തി സംസാരിക്കും, നീ പതിയെ സംസാരിക്കും എന്നൊക്കെ പറയുന്ന പോലെ കൊടുമൺ പോറ്റിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ അപ്സര. ഒരു കാര്യം കൂടെ, നോറ സത്യത്തില് വീണ്ടും 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 ആ കാര്യം പറയുന്നുണ്ട്. നിന്റെ സംസാരമല്ല, നിന്റെ കാര്യങ്ങളല്ല എനിക്ക് കേൾക്കേണ്ടത്, നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല കേൾക്കേണ്ടതെന്ന് ഒരുപാട് തവണ പറയുന്നോണ്ടാണ് അവസാനം അപ്സര പറയുന്നത്. മുഴുവനായിട്ടാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അവിടെ ശരിക്കും നോറ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നത്. അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ നോറ തനിക്ക് പറയാനുള്ള കാര്യം അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും പുള്ളിക്കാരി പറയുന്നുണ്ട്. എടാ, പിന്നെ അവസാനമായിട്ട് നമ്മൾ പറയാതെ പറയേണ്ട ഒരു കാര്യമുണ്ട്, സോറി വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ നോമിനേഷൻ സമയത്ത് ചായം ദേഹത്ത് പുരട്ടണം, അങ്ങനെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സായി, നമ്മുടെ സീക്രട്ട് ഏജന്റ് നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജാൻമണിയാണ്. പക്ഷെ ജാൻമണി അവളുടെ ഈ പറയുന്ന ജാൻമണിയുടെ മുഖത്ത് ഈ പറയുന്ന ചായം തേക്കാൻ അനുവദിക്കുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നു. അപ്പോഴ് സത്യത്തില് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ മുട്ടിടിച്ചായിരുന്നു, ലാലേട്ടൻ ഒന്ന് പേടിച്ചായിരുന്നു. അത്തരത്തിൽ ഇന്ന് ബിഗ് ബോസ് ആണ് സത്യത്തിൽ പേടിച്ചത്. കാര്യം ജാൻമണി പറയുന്നുണ്ട്, ബോസ് പറയണമെങ്കിൽ എന്റെ മുഖത്ത് ചായം തേച്ചോളൂ. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഞാൻ ക്വിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് എന്റെ മുഖത്ത് ചായം തേച്ചാൽ ഐ വിൽ ക്വിറ്റ് ദിസ് ഷോ നൗ, യു കാനോട്ട് സ്റ്റോപ്പ് മീ എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പുറത്തു പോകുമെന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയാൽ പിന്നെ പുറത്ത് കിടന്നുള്ള ശാപമായിരിക്കും. ഇപ്പൊ ക്യാമറയിലാണ്ട് എന്താണ് ശപിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ബിഗ് ബോസ് ഷോ തകർന്നു പോകുന്ന പറഞ്ഞാൽ അതിന്റെ തൂണിലൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെച്ചാൽ മതി. ഇതിപ്പോ പുറത്ത് പോയിട്ട് ശപിക്കുമ്പോൾ എന്താ ശപിക്കുന്നതെന്ന് അറിയാത്തോണ്ട് പേടിച്ചിട്ടായിരിക്കും നമ്മുടെ ബിഗ് ബോസ് എണ്ണം പോലും അവിടെ ജാൻമണി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ബ്രേവ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്താണെന്നും കൂടെ പറഞ്ഞോളൂ, എന്ത് ബ്രേവ് ആയിട്ടുള്ള മുഖത്ത് സമ്മതമില്ല തേക്കാൻ പാടില്ല. അവിടെ എല്ലാവരും മുഖത്ത് ജിൻഡോടെയൊക്കെ മറ്റേ മുഖത്ത് 3 തവണയൊക്കെയാണ് തേച്ചത്. മറ്റേ നമ്മുടെ ശ്രീകുമാറിന്റെ വായിലൊക്കെയാ തേച്ചത്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ഒരു, സത്യം പറഞ്ഞ ഇന്ന് നമ്മളെ ഒരു ലോങ് വീഡിയോ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ബിഗ് ബോസിന് പോലും ഇന്ന് നടന്ന സംഭവങ്ങള് പ്രസിലും മെയിൻ എപ്പിസോഡിലും പോലും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയി. അത്രത്തോളം കണ്ടന്റ് ഉള്ള ദിവസമായിരുന്നു ഇന്ന്. അതെ അതെ, കണ്ടന്റിന്റെ സാഗരയായിരുന്നു അല്ലേ.
അതുകൊണ്ട് വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരല്പം ഉയർന്നു പോയി. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോ ബൈ. ബൈ ബൈ ബൈ.